ഞാൻ ഇയാളോട് നല്ല സ്നേഹത്തോടെ നിന്നിട്ടുള്ളൂ. ഇയാൾക്ക് കേസ് വന്നപ്പോഴാണെങ്കിലും ജാമ്യം എടുക്കാനാണെങ്കിലും എല്ലാ കാര്യത്തിനും ഞാൻ ഇയാളുടെ കൂടെ നിന്നിട്ടുണ്ട്. പ്രണയിക്കുമ്പോൾ ചങ്കാക്കാരുടെ കൂടെ ഉണ്ടാവും. എന്ത് പ്രശ്നമുണ്ടെങ്കിലും നമ്മൾ പരസ്പരം ഒത്തുധാരണയോടെ മുന്നോട്ട് പോകും എന്നൊക്കെ പറഞ്ഞ് ഇറക്കിക്കൊണ്ടുവന്ന പെണ്ണാണ്. ഒരു രീതിയിൽ ഞാൻ ഒരിക്കൽ പോലും ഇയാളെ തള്ളി പറഞ്ഞിട്ടില്ല, ഇയാൾക്കെതിരെ മൊഴി കൊടുത്തിട്ടില്ല. എനിക്കതിന് എനിക്ക് താല്പര്യം ഇല്ലാഞ്ഞിട്ടാണ്. അപ്പം പൊളിറ്റിക്കലി എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഇയാളൊരു പൊളിറ്റിക്കൽ പേഴ്സൺ ആണെന്നല്ല. ഇപ്പം ഞാനിപ്പോൾ ഒരു പൊളിറ്റിക്കൽ പേഴ്സൺ ആകുന്നത്, അല്ലെങ്കിൽ ഞാനിപ്പോൾ ഒരു പൊളിറ്റിക്കലി എനിക്കൊരു രാഷ്ട്രീയ പാർട്ടിയോട് താല്പര്യം തോന്നണമെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ തോന്നുന്നുവെങ്കിൽ ഞാനൊരു പാർട്ടിയിൽ മെമ്പർഷിപ്പുള്ള ആളായിരിക്കണമെന്നില്ല. ഇയാളൊരു ഇടതുപക്ഷ അനുഭാവിയാണെന്നും ഇയാൾക്ക് എന്തും ചെയ്യാൻ കഴിയുമെന്നും പലതവണ എന്നോടും സോഷ്യൽ മീഡിയയിൽ ഇയാൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ പൊളിറ്റിക്കലി എന്ന് പറഞ്ഞത്, അല്ലാതെ പുള്ളിക്കാരൻ പൊളിറ്റിക്കലി വലിയ സംഭവമാണെന്നല്ല ഞാൻ പറഞ്ഞത്. അപ്പോൾ ഒരു കമൻറ്റ് കണ്ടുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരു 2ാം തവണ ഈ പുള്ളിക്കാരന് കേസ് വന്നു. അതിനിടയിലൊക്കെ പലതവണ ഇയാൾ ആദ്യ തവണ ജയിലിൽ കിടന്ന സമയത്ത് ഇയാളുടെ വീട്ടിൽ നിന്ന് എനിക്ക് നല്ല ടോർച്ചർ ഉണ്ടായിരുന്നു. ഞാൻ ഇയാളോട് പരാതി പറയുമ്പോഴൊക്കെ ഇയാൾ പറഞ്ഞത് അത് നിന്നോടുള്ള സ്നേഹം കൊണ്ടും എല്ലാവർക്കും മോശം മാനസികാവസ്ഥയുണ്ട് എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ 2ാമത്തെ തവണ ഞങ്ങൾ തമ്മിൽ ഇയാൾക്ക് കേസായി. ഇയാൾ ഓഗസ്റ്റ് 27-നാണ് ഇയാൾ അറസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ ഓഗസ്റ്റ് 27-ാം തീയതി ഞാൻ നേരെ പോയി പോലീസ് സ്റ്റേഷനിൽ പോയി ഇയാളെ കണ്ടു, സംസാരിച്ചു. അതിനുശേഷം ഞാൻ എല്ലാ കാര്യങ്ങളും നോക്കിക്കോളാമെന്ന് പറഞ്ഞ് തിരിച്ചു പോന്നു. അതിനുശേഷം ഇയാളെ ഞാൻ മഞ്ചേരി ജയിലിൽ പോയി ആഴ്ചയിൽ 2 ദിവസം കാണുകയും എല്ലാ കാര്യങ്ങളും കേസിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കിയിരുന്നത് ഞാനാണ്. വക്കീലിനെ വെച്ച് ജാമ്യം എടുത്തത് ഞാനാണ്. എല്ലാം പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ തെറിയാ പറയുന്നത്, നീ എന്താ ഒന്നും ചെയ്യാത്ത. അതിനോട് ഇയാളുടെ ഒരു സുഹൃത്തിൻ്റെ പേര് ഞാൻ പറയുന്നില്ല, പുള്ളിക്കാരൻ ഇയാളോട് ജയിലിൽ കിടന്നേ. അയാൾ ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ LLB പഠിക്കുന്നതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അറിയണമെന്നില്ല, ഞങ്ങൾ അതിനേക്കാൾ കൂടുതൽ പോലീസ് സ്റ്റേഷനും കോടതിയും കണ്ടിട്ടുള്ളതാണ്. എന്നാൽ പിന്നെ ഈ ക്രിമിനൽസിനെയൊക്കെ പിടിച്ച് ജഡ്ജിയുടെയും വക്കീലന്മാരുടെയും കസേരയിൽ എത്തിയാൽ പോരെ. ക്രിമിനൽസ് തന്നെ ഹാൻഡിൽ ചെയ്യട്ടെ, പോലീസും കോടതിയും ഒന്നും ഇവിടെ വേണ്ടല്ലോ. അവരല്ലേ ഏറ്റവും കൂടുതൽ കോടതി പോലീസ് സ്റ്റേഷനും കണ്ടിട്ടുള്ളവർ. അപ്പോൾ അവരുടെ ഒന്നും പേര് ഞാൻ പറയുന്നില്ല. ഇയാളുടെ കേസ് 2 മാസത്തോളം നീണ്ടു നിന്നു. ഞാൻ തന്നെയാണ് എല്ലാം ചെയ്തത്. ആ സമയത്ത് ഹെൽത്ത് ഭയങ്കര വീക്കായിരുന്നു. എന്നിട്ട് ഞാൻ ഒരു പരാതി പോലും പറയാതെ, ഇവരെ വീട്ടിൽ നിന്ന് ആരും വന്നിട്ടില്ല, ഒരു തവണ പോലും വന്നിട്ടില്ല. ഞാൻ തന്നെയാണ് എല്ലാം ചെയ്തത്. ഒരു പരാതി ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. ഒരിക്കലും ഇയാളോട് പോലും എനിക്ക് മടുത്തു എന്ന് പോലും എനിക്ക് വയ്യെന്ന് പോലും ഞാൻ പറഞ്ഞിട്ടില്ല. ഇതിൻ്റെ ഇടയിൽ ഒരിക്കൽ രാവിലെ ഞാൻ പോരുന്ന വഴിക്ക് ഇയാളുടെ അനിയൻ്റെ ബൈക്കിൽ നിന്ന് ഞാൻ ആക്സിഡൻ്റായി വീണു. വണ്ടിയിൽ നിന്ന് തെറിച്ച് വീണു. എൻ്റെ തലയൊക്കെ പോയി ഇടിച്ച്, എനിക്ക് എൻ്റെ ഡ്രസ്സൊക്കെ അഴുക്കായി, കൈയൊക്കെ മുറിഞ്ഞ്. ഞാൻ പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ ഇയാൾ എന്നോട് ചോദിച്ചത്, വണ്ടിക്കൊന്നും പറ്റിയില്ലല്ലോ എന്നാ. എനിക്ക് പറ്റിയോന്നല്ല, അനിയനും ഓക്കെ അല്ലേ, വണ്ടി ഓക്കെ അല്ലേ എന്നാ. എന്നാൽ എൻ്റെ കയ്യിൽ ചോര ഇരുന്നിട്ട് പോലും എന്നോട് ഹോസ്പിറ്റലിൽ പോകുന്നു ഒന്നും ചോദിച്ചിട്ടില്ല, ഇതുവരെ ചോദിച്ചിട്ടില്ല. ഇവർ ജയിലിൽ നിന്ന് ഇറങ്ങി. ഇയാളുടെ സുഹൃത്തുക്കളും ഇയാളും എല്ലാവരും ജയിലിൽ നിന്ന് ഇറങ്ങി. പിറ്റേ ദിവസം അന്ന് രാത്രി ഞങ്ങൾ ഒന്നിച്ച് സന്തോഷത്തോടെ കിടന്നുറങ്ങി. നവംബർ 10-ാം തീയതി വരെ, എന്ന് വെച്ചാൽ ഒരു 10, 12, 13 ദിവസം ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. അതിനിടയിൽ 10-ാം തീയതി രാത്രി ഈ പുള്ളിക്കാരൻ വീട്ടിൽ നിന്ന് പോയി. അപ്പോൾ 10-ാം തീയതി രാത്രി എനിക്കൊരിക്കലും ഇതൊന്നും ഒരു പബ്ലിക് സ്പേസിൽ പറയണമെന്നുണ്ടായിരുന്നില്ല. പക്ഷെ എന്നെ മോശപ്പെടുത്താൻ ശ്രമിക്കുന്നതുകൊണ്ടും ഇനി ചിലപ്പോൾ ഞാൻ സർവൈവ് ചെയ്യുമായിരിക്കും, ചിലപ്പോൾ ഞാൻ ആത്മഹത്യ ചെയ്യുമായിരിക്കും. പക്ഷെ അതിന് പൂർണ്ണമായിട്ടുള്ള കാരണക്കാരൻ അർജുൻ ആയങ്കിയാണെന്ന് ഞാൻ പറയില്ല, അർജുൻ ആയങ്കിയുടെ വീട്ടുകാരാണെന്ന് ഞാൻ പറയും. കാരണം എൻ്റെ ഹസ്ബൻഡിനെ എന്നെ തമ്മിൽ തെറ്റിക്കാൻ ഏറ്റവും കൂടുതൽ പണിയെടുത്തിട്ടുള്ള ആൾ അർജുൻ ആയങ്കിയുടെ ബ്രദറും അർജുൻ ആയങ്കിയുടെ അമ്മയുമാണ് എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പറയും. ഇപ്പം എൻ്റെ കഴുത്തിൽ കിടക്കുന്ന തല 2ാമത് കിട്ടുന്ന തലയാണ്. ആദ്യത്തെ തല ഇയാൾ ഊരിയെടുത്തു, അത് വിറ്റെന്നാണ് എന്നോട് പറഞ്ഞത്. എനിക്കതിനെപ്പറ്റി ധാരണയില്ല. ഈ താലിയാണ് സത്യം. അവർ കാരണമാണ് ഞങ്ങളുടെ ജീവിതം തകർന്നതെന്ന് ഞാൻ പറയും. ഇയാൾ ഇതിന് എത്ര കടന്ന് ഇതായിച്ചാലും 45,000-ഓളം ഫോളോവേഴ്സ് അയാൾക്കുണ്ട്. ചിലപ്പോൾ ആ 45,000 പേരും കൂടെ വന്ന് എന്നെ തല്ലുമായിരിക്കും. ഇനി ഇയാളുടെ ഫാൻസ് വന്നിട്ട് ഇയാളെ പൊതുവെ എങ്ങനെ പറഞ്ഞത്, എനിക്ക് ഭയങ്കര ആരാധകരുണ്ട്. ഇന്നലെ പോലീസ് സ്റ്റേഷനിൽ പോയിരുന്നു. പോലീസുകാരോട് ഇയാൾ പറഞ്ഞത് അങ്ങനെയാണ്, എനിക്ക് വേറെ കല്യാണം കഴിഞ്ഞ് കുട്ടിയുണ്ട് എന്നൊക്കെയാണ് പറഞ്ഞത്. പോലീസുകാരുടെ മുന്നിൽ വെച്ചാണ് പറഞ്ഞത് എനിക്ക് കല്യാണം കഴിഞ്ഞ് കുട്ടിയുണ്ടെന്ന്. 10-ാം തീയതി വൈകുന്നേരം ഞങ്ങൾ സിനിമയ്ക്ക് പോയി. കൂമൻ എന്ന് പറയുന്നൊരു മൂവി കാണാൻ പോയതാണ്. കണ്ടിട്ട് തിരിച്ചു വന്നപ്പോൾ പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞു, ഞാൻ പോയിട്ട് വരാം, ഒരു ഫ്രണ്ടിനെ കാണാൻ പോകുകയെന്ന് പറഞ്ഞു. പോയിട്ട് പിറ്റേ ദിവസം രാത്രി 8 മണിക്ക് പോയിട്ട് പിറ്റേ ദിവസം 9:30-ക്കാണ് വന്നത്. അത് ഞാൻ വിളിച്ചതുകൊണ്ടാണ് അപ്പോഴെങ്കിലും വന്നത്. അപ്പോൾ കയ്യിൽ 2 കുപ്പി ബിയറൊക്കെ ഉണ്ടായിരുന്നു. ഞാനത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് റൂമിലേക്ക് ഇയാൾ ചെന്നു. ഇയാൾ നല്ല സ്നേഹത്തിലാണ് വന്നത്. എന്നിട്ട് കഴുത്തിൽ നോക്കിയപ്പോൾ ഇവിടെ ഒരു പാട്, നമുക്കൊക്കെ അറിയാം, കിസ് ചെയ്യുമ്പോൾ കഴുത്തിലൊരു പാട് വരില്ലേ പല്ലിൻ്റെ, കറക്റ്റ് ആ പല്ലിൻ്റെ പാട് ഇവിടെ ഫുള്ള് ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം നമുക്ക് പല്ലിൻ്റെ കടിച്ചത് നമുക്ക് അറിയാൻ പറ്റുമല്ലോ. അപ്പം ഞാനത് ചോദിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു അത് എൻ്റെ ഫ്രണ്ടിൻ്റെ കൈ കൊണ്ടത്. ഞാൻ പറഞ്ഞു ഏത് ഫ്രണ്ട്? അപ്പോൾ പറഞ്ഞു ഞാൻ എൻ്റെ കുറച്ച് കിട്ടാനുള്ള കാശിൻ്റെ കാര്യത്തിൽ ഞാൻ കുറച്ച് സംസാരിക്കാൻ പോയത്. ഞാൻ പറഞ്ഞു ഓക്കെ.
അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞ് ഞാൻ വീണ്ടും അതിനെപ്പറ്റി ചോദിച്ചപ്പോൾ അത് മാറ്റിയിട്ട് പറഞ്ഞു ഞാൻ കുഴൽപ്പണമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഡീല് നടത്താൻ പോയതെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു അതെന്നോട് പറഞ്ഞാൽ പോരെ, നിങ്ങൾ കുഴൽപ്പണമൊക്കെ സ്വർണ്ണക്കടത്തോ എല്ലാം ചെയ്യുന്ന ആളാണ്, എനിക്കറിയാം, എന്നോടും പറഞ്ഞിട്ടുള്ള ആളാണ്, എനിക്കത് ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. അല്ലെങ്കിൽ ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്നല്ല, ഞാനതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളല്ല. പക്ഷേ ഫാമിലി ഫുള്ള് സപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ അവിടെ പ്രത്യേകിച്ച് ഒന്നും മിണ്ടാതിരിക്കുക എന്നുള്ളതാണ് മെയിൻ. അങ്ങനെ ഈ പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞു ഞാനൊരു കുഴലിൻ്റെമായിട്ട് ബന്ധപ്പെട്ടിട്ട് പോയതാണ്. ഞാൻ എന്നിട്ട് അതും മാറ്റി പറഞ്ഞിട്ട് പിന്നെ എന്നോട് പറഞ്ഞു ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ പോയതാണ്, നിനക്കറിയാത്ത ഫ്രണ്ട്സാണ്, നിന്നോട് പറയാൻ പറ്റാത്ത കാര്യമാണ്. ഓക്കെ. എന്നിട്ട് എനിക്ക് ഇമോഷണലി ഞാൻ ഭയങ്കര വീക്കായി. ഒരു 2-3 ദിവസം നോർമലായിട്ട് പോയി. എന്നാൽ ഞാനൊരു 2-3 ദിവസം കഴിഞ്ഞൊരു സൺഡേ നൈറ്റാണെന്ന് തോന്നുന്നു, 10-ാം തീയതി കഴിഞ്ഞുള്ള സൺഡേ ആണെന്ന് തോന്നുന്നു. ഇയാൾ വീട്ടിൽ നിന്ന് വീട്ടിലേക്ക് വൈകി വന്നു. ഫോൺ വിളിച്ചപ്പോൾ എന്നെ തെറി പറഞ്ഞു. അതെനിക്ക് ഭയങ്കര ദേഷ്യമായതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, വീടിൻ്റെ പുറത്തിറങ്ങി ഇയാൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിട്ടുണ്ട്. ഭക്ഷണമൊന്നും കഴിച്ചില്ല, ഇയാൾ വന്നിട്ട് കഴിക്കാമെന്ന് വിചാരിച്ച്. ഈ പുള്ളിക്കാരൻ നേരെ വന്ന് അമ്മ വിളമ്പി കൊടുത്ത് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് കിടന്നുറങ്ങി. എനിക്ക് ഭയങ്കര സങ്കടമായിട്ട് ഞാൻ പുള്ളിയുടെ അടുത്തോട്ട് ബഹളം വെച്ച്, ഞാൻ അവിടെ കിടന്ന് ഭയങ്കരമായിട്ട് ബഹളമൊക്കെ വെച്ചിട്ട് മാലയൊക്കെ പൊട്ടിച്ച് ഭയങ്കര പ്രശ്നമായി. അപ്പോൾ നമ്മൾ ഒത്തിരി ആഗ്രഹിച്ച് കല്യാണം കഴിച്ച്, നമുക്കറിയില്ലല്ലോ ഇവർ നമ്മളെ പ്രേമിക്കുമായിരുന്നോ അല്ലാതെ ഇവർ പഴയ കാമുകീനെ ആലോചിച്ചുകൊണ്ടിരിക്കുമായിരുന്നോ എന്നൊന്നും നമുക്കറിയില്ലല്ലോ. ഞങ്ങൾ റിലേഷൻഷിപ്പിലായി ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ ആ പെൺകൊച്ചിനെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇയാൾ എന്നോട് പറഞ്ഞായിരുന്നു എനിക്ക് അവളെ തന്നെയാണ് ഇഷ്ടം, ഞങ്ങൾ ഇപ്പോഴും റിലേഷൻഷിപ്പിലാണെന്ന്. അന്ന് ഞാൻ ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു, ഭയങ്കര ഡിപ്രഷനൊക്കെ അടിച്ചിട്ട് ഭയങ്കര മൂഡ് ഓഫ് ഒക്കെ ആയിരുന്നു. പിന്നെ അവൾ തന്നെ എന്നോട് പറഞ്ഞു അങ്ങനൊന്നും ഇല്ലെന്ന്. അപ്പം ഞാൻ ആ കുട്ടി ഇതിലേക്ക് വലിച്ചു വയ്ക്കാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പം ആ കുട്ടിയുടെ കല്യാണം ഉറപ്പിച്ച് വെച്ചേക്കുവാണ്. പക്ഷെ എൻ്റെ ലൈഫ്, എല്ലാവർക്കും അവരവരുടെ ലൈഫാണ് ഇമ്പോർട്ടൻറ്റ്, അതുകൊണ്ട് ഞാൻ അതും പറയും. അപ്പം അങ്ങനെ ഞങ്ങൾ 10-ാം തീയതി കഴിഞ്ഞ് അന്ന് രാത്രി ഇയാളങ്ങനെ ദേഷ്യപ്പെട്ട് കിടന്നുറങ്ങി. എന്നിട്ട് ഞാൻ പറഞ്ഞു ഞാൻ എൻ്റെ വീട്ടിൽ പോവുക, എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ല ഇനി എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ ലഗേജൊക്കെ എടുത്തു വെച്ചു. എന്നിട്ട് ഇയാൾ എന്നെ ദേഷ്യപ്പെട്ട് ട്രെയിനിൽ കയറ്റി. എൻ്റെ കയ്യിൽ ഒരു രൂപ പോലും ഇല്ല. എന്നെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവിട്ടിട്ട് ഇയാളങ്ങ് പോയി. എൻ്റെ ഇത് ഫോണൊക്കെ പിടിച്ചു വാങ്ങി. ഇയാൾ വാങ്ങി തന്ന ഫോണൊക്കെ പിടിച്ചു വാങ്ങി. എന്നിട്ട് എന്നെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവിട്ടിട്ട് ഇയാളങ്ങ് പോയി കഴിഞ്ഞ ശേഷം ഞാൻ എന്ത് ചെയ്തു, എനിക്ക് എങ്ങോട്ട് പോകണമെന്ന് അറിയില്ല, എനിക്ക് ഇയാളെ വിട്ടുപോകാൻ പറ്റില്ല. ഇമോഷണലി ഞാൻ അത്ര വീക്കാണ്. ഒരു കാര്യം കൂടി പറയാം, ഞാൻ ഇയാളൊരു റിലേഷൻഷിപ്പിലാകുന്ന സമയത്ത് നിങ്ങൾക്കറിയാം ഞാൻ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ക്യാപ്സുല മുന്തി എന്ന് പറഞ്ഞിട്ടൊരു, എൻ്റെ ഫ്രണ്ട്സിന് അറിയാമായിരിക്കും, അല്ലാത്തവർ ചെക്ക് ചെയ്ത് അറിയാം, ഇത് പബ്ലിക്കാക്കാം. അപ്പം ഞാൻ അതിൻ്റെ അസൈൻമെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിനെ പറ്റിയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഏറ്റവും വലിയ ഡ്രീമാണത്. ഞാൻ ഇയാളോട് റിലേഷൻ ആവുന്ന സമയത്ത് ഞാൻ പറഞ്ഞായിരുന്നു ഞാൻ ബോർഡിങ്ങിലൊക്കെയാണ് പഠിച്ചത്, എൻ്റെ ഫാമിലിയായിട്ട് എനിക്ക് അറ്റാച്ച്മെൻ്റ് ഉണ്ട്, പക്ഷേ ഇമോഷൻസ് ഇല്ല. അപ്പോൾ എൻ്റെ ലൈഫിൽ ആദ്യത്തെ ഇമോഷൻ നിങ്ങളായിരിക്കും. ഞാൻ ഒരാളായിട്ട് ഇമോഷണലി അറ്റാച്ച്മെൻറ്റ് കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കത് ഭയങ്കരമായിട്ട് പ്രോബ്ലം ചെയ്യും എന്ന് ഞാൻ പറഞ്ഞിട്ടാണ് റിലേഷൻഷിപ്പിലേക്ക് കിടക്കുന്നത്. അപ്പോൾ ഇയാൾക്ക് അങ്ങനെ ഇമോഷണലി ഞാൻ വീക്കാണെന്ന് അറിയാമായിരുന്നിട്ടും എന്നോട് റിലേഷൻഷിപ്പാണ്, സ്നേഹമാണ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും ഇയാളുടെ അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ ക്യാഷ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എനിക്കും പലവട്ടം തോന്നിയിട്ടുണ്ട്. എൻ്റെ ഫ്രണ്ട്സ്, കോളേജിലെ ഫ്രണ്ട്സ് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ വലിയ ക്യാഷുള്ള ആളായതുകൊണ്ടല്ല, എൻ്റെ കയ്യിലിരിക്കുന്ന പിച്ച കാശെന്ന് വേണമെങ്കിൽ പറയാം. കാരണം എൻ്റെ അമ്മ എനിക്ക് ഇട്ട് തരുന്ന ചെറിയ പോക്കറ്റ് മണി, എൻ്റെ കയ്യിലുണ്ടായിരുന്ന ചെറിയ സ്വർണ്ണം, അതൊക്കെ വിറ്റിട്ടും പണയം വെച്ചിട്ടും ചിലവിന് കിട്ടിയ പൈസയൊക്കെ ഞാൻ ഇയാൾക്ക് കൊടുക്കുമായിരുന്നു. കാരണം എനിക്ക് ആ സമയം ഞാൻ ഇമോഷണലി അഡിക്റ്റ് ആയതുകൊണ്ട് തന്നെ ഇയാൾക്ക് ഒരിക്കലും എന്നെ വിട്ടു പോകരുതെന്നുള്ളൊരു ഇമോഷൻ എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് ഞാൻ അന്ന് അങ്ങനെ ചെയ്തിരുന്നത്. ഇത് കാണുന്ന കുറേ പേര് വിചാരിക്കുന്നുണ്ടാവും നീ ആണ് ഇതൊക്കെ വരുത്തി വെച്ചത്. ശരിക്കും പറഞ്ഞാൽ അത് സത്യമായിരിക്കും, ഞാൻ തന്നെ വരുത്തി വെച്ചതാണ്. അപ്പോൾ അങ്ങനെ ഞാൻ അതിൻ്റെ കൂടെ ഇയാളുടെ അമ്മ എപ്പോഴും പറയുമായിരുന്നു എൻ്റെ മോന് നല്ല വെളുത്ത് സുന്ദരി പെണ്ണിനെ കിട്ടുമെന്ന് അച്ഛൻ എപ്പോഴും പറയും. എപ്പോഴും എന്നെ അത് പറഞ്ഞ് അവർ ടോർച്ചർ ചെയ്യുമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഗ്ലൂട്ടാത്തയോണിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ വേണ്ടി പോയായിരുന്നു കോഴിക്കോട് ഒരു ലിസ ക്ലിനിക്കിൽ. കാരണം ട്രീറ്റ്മെൻറ്റ് എടുത്താൽ വെളുക്കുമെന്ന് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ട്, വെളുത്ത് കഴിഞ്ഞാൽ അവരുടെ അമ്മയ്ക്ക് എന്നെ ഇഷ്ടപ്പെടുമല്ലോ. ഞാൻ അച്ചുവേട്ടനോട് പലതവണ ചോദിച്ചിട്ടുണ്ട്, ഞാൻ നിങ്ങളത്രയും കളറുണ്ടെങ്കിൽ നിങ്ങളുടെ അമ്മയ്ക്ക് എന്നെ ഇഷ്ടപ്പെടില്ലേ? അത്രയും ദയനീയമായിട്ടുള്ള അവസ്ഥയിൽ ഞാൻ നിന്നിട്ടുണ്ട്. അങ്ങനെ പോലും ഞാൻ ചോദിച്ചിട്ടുണ്ട്. അതൊക്കെ പോട്ടെ. അപ്പോൾ 10-ാം തീയതി ആ പ്രശ്നം കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് എന്നെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവിട്ടു. ഞാൻ വണ്ടി കയറി ഇയാളുടെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോയി. രാത്രി ഇയാളുടെ വീട്ടിലേക്ക് പോകാൻ എനിക്ക് പേടിയായതുകൊണ്ട് ഞാൻ ഇയാളുടെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോയി. അത് രാവിലെ ഇയാൾ വന്നു എന്നെ കൂട്ടിക്കൊണ്ടുപോയി. എന്നിട്ട് അന്ന് ഞാൻ പറഞ്ഞു ചേട്ടാ എനിക്ക് പറ്റില്ല നിങ്ങളുടെ കൂടെ, എനിക്ക് എൻ്റെ വീട്ടിൽ പോകണമെന്ന് പറഞ്ഞു എന്നെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവിടാൻ പറഞ്ഞിട്ട് റെയിൽവേ സ്റ്റേഷൻ വരെ പോയി. അപ്പോൾ ഇയാൾ എന്നോട് പറഞ്ഞു അമ്മ ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല, ഏട്ടനെ ഒന്നാമത് തോറ്റ് നിൽക്കുക, നീ ഏട്ടനെ തോപ്പിക്കല്ലേ എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞ് ഞാൻ ഇയാളുടെ കൂടെ തിരിച്ചു വന്നു. അപ്പോൾ ഒരു സ്ത്രീ സ്നേഹത്തിന് വേണ്ടി എത്രത്തോളം താഴാവോ അതിനേക്കാൾ താഴേക്ക് ഞാൻ പോയി. എനിക്ക് അത്രയ്ക്ക് ഇപ്പോഴും എനിക്ക് അയാളോട് സ്നേഹമാണ്. ഇപ്പം അയാൾ എപ്പോഴും പറയുന്നത് എന്നെ ഇത്രയും കുറ്റം പറയുന്ന നിനക്ക്
എങ്ങനെയാണ് എന്നോട് സ്നേഹം എന്ന് നീ പറയുന്നത്? എനിക്കറിയില്ല. എനിക്ക് നമുക്ക് എല്ലാ മനുഷ്യരും അല്ല, ഒരു 50% ആൾക്കാരും അങ്ങനെ ആയിരിക്കും. എന്നെ പറ്റി ഞാൻ ഭയങ്കര ടോക്സിക്കാണ്. ഞാൻ കല്യാണം നിങ്ങൾക്കൊക്കെ അറിയാം, നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും ഞാൻ ആളെ കുറിച്ചിട്ട് ഇയാളുടെ കൂടെ പോകുന്നത്, അല്ലെങ്കിൽ ഇയാളുടെ ഭാഗമായിട്ട് ഇയാളുടെ ഭാര്യ എന്ന നിലയിൽ പോലീസുകാർ എന്നെ പിടിച്ചുകൊണ്ട് പോകുന്നത്, ചോദ്യം ചെയ്യാൻ കൊണ്ടുപോകുന്നതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇയാൾക്ക് അന്ന് ആദ്യ തവണ കേസ് വന്ന സമയത്ത് എന്റെ അമ്മ എന്നോട് പറഞ്ഞു, നീ എന്റെ വീട്ടിലേക്ക് പോയത്. ഇയാൾ എന്നോട് പറഞ്ഞു, നീ ഇല്ലാതെ എനിക്ക് പറ്റൂല. അന്നെങ്കിലും എന്നോട് സ്നേഹം ഇല്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ എന്റെ വീട്ടിൽ പോയേനെ. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ 2 വർഷമാവാൻ പോകുന്നു. എന്നിട്ടും ഇപ്പൊ ഇതെന്താണെന്നുള്ള സാഹചര്യം ഞാൻ പറയാം. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഇപ്പോഴും ഞാൻ ഈ ലൈവ് വീഡിയോ ഇടുന്നത്, അയാൾ ഫേസ്ബുക്കിൽ ഇപ്പൊ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. എന്റെ ഒരു ഫ്രണ്ട് എനിക്കത് അയച്ചു. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇപ്പൊ പോലും ഈ ഒരു പോസ്റ്റ് ഇടുന്നത്, ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. പല ആൺകുട്ടികളും പല വാഗ്ദാനങ്ങളിലൂടെ പെൺകുട്ടികളെ പ്രണയിച്ച് കീഴ്പ്പെടുത്തി വിളിച്ചിറക്കിക്കൊണ്ടുവരും. ലാസ്റ്റ് ഇങ്ങനത്തെ ഒരവസ്ഥ